ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരെയും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പുതിയൊരു ഒരു കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ഇന്ന് സ്കിൻ വൈറ്റനിങ് ഫേഷ്യൽ അറ്റ് ഹോം നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടിപ്പാണ്. നമുക്ക് സമയമില്ല, ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ സമയമില്ലാത്ത സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഞാനത് ചെയ്തപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് അത് മാത്രമേ ഉള്ളൂ, പുതിയൊരു കാര്യമല്ല. ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബ് ചാനലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ പോലും നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടായിരിക്കും ഇത് വരുന്നത്. ഓക്കെ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. പക്ഷേ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് ഒരു ടാസ്ക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്ന ധാരാളം യൂട്യൂബ് ചാനൽ നല്ല പ്രൊഫഷണലി നല്ല നന്നായിട്ട് എടുക്കുന്നവരുണ്ട്. പക്ഷേ ഇതെനിക്കൊരു ടാസ്ക്കായിരുന്നു. ഞാനിതൊരു ഫണ്ണായിട്ടാണ് എടുക്കുന്നത്. കാരണം രണ്ട് കുഞ്ഞുങ്ങളും അവർക്ക് ആദ്യം അത് സ്ക്രീനിൽ വരണമെന്നുള്ള രീതിയിൽ അവരതിനെ എന്താണ് ഈ അമ്മ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ ഐസ് വാട്ടർ വെച്ച് എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു 2-3 ഐറ്റംസ് മാത്രമാണ് അത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് അതൊന്നും എടുത്ത് കാണിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും ഞാൻ പറയാം എന്താ ചെയ്തിരിക്കുന്നതെന്ന്. ആദ്യം ഒരു 2 സ്പൂൺ തൈര്, അതുപോലെ തന്നെ ഒരു അല്പം കോഫി പൗഡർ, 1/2 ടീസ്പൂൺ കോഫി പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, അതറിയാൻ പോലും ഇല്ല, പക്ഷെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ മാത്രമാണ്. ഇത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് വാഷ് ചെയ്തു. പക്ഷേ അത് ഭയങ്കര ഒരു ടാസ്ക്കായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ എൻജോയ് ചെയ്തു. ഞാൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വളരെ ഹാപ്പിയാണ്. എനിക്കിതൊരു മെമ്മറബിൾ മൊമെൻറ്റ്സ് ആയിട്ട് എനിക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടി ആണ് ഞാനിത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇത് അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്ന് എനിക്ക് ഒന്നുകൂടെ ആലോചിക്കേണ്ടി വന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റുന്ന 3 ഐറ്റംസാണ്. എല്ലാവർക്കും ഇത് അവൈലബിൾ ആണ്. എല്ലാം നമ്മുടെ അടുക്കളയിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് നമ്മൾ ഇതെടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഫോട്ടോയാണ് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം ഇട്ടിരിക്കുന്നത്. നല്ല ഒരു തെളിച്ചം മുഖത്ത്, സാധാരണയിൽ ഒരല്പം കൂടെ തെളിച്ചം, വലിയ മാറ്റമൊന്നും വരത്തില്ല. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. വലിയ മാറ്റങ്ങൾ വരണമെങ്കിൽ ഒരു 30 ദിവസം അല്ലെങ്കിൽ ഒരു 60 ദിവസമൊക്കെ ചെയ്താലേ സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും കണ്ടിന്യൂസ് ഇത് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിലേ നമുക്ക് നല്ലൊരു ഗ്രോത്ത്, നല്ലൊരു മാറ്റം നമുക്ക് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി അത് നമ്മുടെ ആവശ്യങ്ങളനുസരിച്ച് നമുക്ക് അത് കെമിക്കലൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യുവാണെങ്കിൽ അത് ആ ഒരു സമയം പെട്ടെന്ന് നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് നമ്മളിത് ആഴ്ചയിൽ ഒരു 2 ടൈംസോ ഒരു 3 ടൈംസൊക്കെ നമ്മളിത് യൂസ് ചെയ്താലേ നമുക്കതിൽ മാറ്റം വരുള്ളൂ. പക്ഷേ ഇത് ഈസിയാണ്, ക്യാഷ് അധികം വേണ്ട, നമ്മുടെ കയ്യിൽ തന്നെ ഒതുങ്ങുന്ന കുറച്ച് സംഭവമാണ്. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്ത് പോകാനുള്ളൊരു സമയക്കുറവ് ഇതിലൊരു പ്രധാന ഭാഗമാണ് കേട്ടോ. ഇതിങ്ങനെ ചെയ്തു നോക്കണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ നമ്മുടെ ഇഷ്ടമാണല്ലോ. ചെയ്ത് നോക്കുന്നതും ഇത് ഇങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. നമ്മുടെ മുഖത്ത് സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പ്, ചെറിയ കറുത്ത പാടുകൾ, അതെല്ലാം പോകും. അതെല്ലാം ക്രമേണ പോകും, പെട്ടെന്ന് പോകുന്നല്ല, ക്രമേണ പോകും. പക്ഷെ ഞാൻ വീഡിയോസ് ഇത്രയും നാളായിട്ടും ഇടുന്നുണ്ടെങ്കിലും ഞാനൊരു ഫേഷ്യൽ ടിപ്പോ അങ്ങനെയൊന്നും ഞാൻ കാണിക്കാറില്ല. പക്ഷെ ഞാനിതൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇതെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത് ഞാൻ കാണുന്ന ഒരു 3-4 യൂട്യൂബ് ചാനലിൽ നല്ല ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ പോലെ അതെനിക്കൊന്ന് മെമ്മറബിൾ മൊമെൻറ്റ്സ് ആയിട്ട് സൂക്ഷിച്ച് വയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു.
ഓക്കെ, എൻ്റെ ഇടതും വലത്തും ഞാൻ എന്താ ചെയ്യുന്നത്, ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ വളരെ ആശ്ചര്യത്തോടെ നോക്കിയിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളാണ്. ഓക്കെ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ ചെയ്യുന്നത്, ഞാൻ അവരുടെ കയ്യിലൊക്കെ ചെറുതായിട്ട് തേച്ച് കൊടുത്തു. പക്ഷേ അതൊന്നും ചെയ്യേണ്ട, കുഞ്ഞുങ്ങൾക്ക് അതൊന്നും ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കൈയുടെ പുറത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണിപ്പോൾ കാണുന്നത്. ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിത് ചെയ്തതിന് ശേഷം ഇത് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് കളഞ്ഞു. വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് അതിൻ്റെ ഒരു ഫോട്ടോയാണ് ഞാൻ ആദ്യം ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റിൽ ഇട്ടിരിക്കുന്ന ഒരു പിക്ക്. എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു വ്യത്യാസം തോന്നുമ്പോഴാണല്ലോ എനിക്കിത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തോന്നിയത് തന്നെ അതാണ്. ഓക്കെ, ലോങ് വീഡിയോ വളരെ കാലമായി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട്. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ലോങ് വീഡിയോസ് കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുപോലെ ഫേഷ്യൽ ടിപ്പും ഹെയർ ഗ്രോത്തിന് വേണ്ട ഹെയർ ഓയിലിൻ്റെ ആപ്ലിക്കേഷനും അതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നതും കൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത ദിവസം അടുത്ത ഒരു ഫേഷ്യൽ വൈറ്റനിങ് ടിപ്പ് അറ്റ് ഹോം, അത് ഞാൻ എന്താ യൂസ് ചെയ്യുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മിക്കവാറും ഇത് തന്നെയായിരിക്കും, പക്ഷേ 1-2 ഐറ്റംസ് കൂടെ ആഡ് ചെയ്തായിരിക്കും കാണിക്കുന്നത്. അന്നേരം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് മാറ്റങ്ങളാണ് വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. കാരണം റെക്കോർഡഡ് ആണല്ലോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.